യൂട്യൂബിൽ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നേരിടുന്ന പ്രശ്നമാണ്. ഒരുപാട് കമൻറ്റുകൾ വരും. പക്ഷെ നമുക്കതിനൊന്നും റീപ്ലൈ കൊടുക്കാൻ വേണ്ടി സാധിക്കാറില്ല. കൂടുതൽ കമൻറ്റുകൾ വരുമ്പോൾ നമുക്കത് ടൈപ്പ് ചെയ്ത് അതിന് റീപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇനി നമുക്ക് വോയിസ് ആയിക്കൊണ്ട് അവർക്ക് റീപ്ലൈ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അവർ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും 30 സെക്കൻഡിനകത്ത് വരെ നമുക്ക് അവർക്ക് വോയിസ് ആയിട്ട് റീപ്ലൈ അയക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയോ എന്നറിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ ഏതിനാണോ മറുപടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു കമൻറ്റ് നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ വേണ്ടി മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. തൊട്ടടുത്ത് തന്നെ നമുക്ക് വോയിസിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും വോയിസ് റീപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് 30 സെക്കൻഡ് വരെയാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് എന്താണ് വേണ്ടത് ഈ ഒരു റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോപ്പ് കൊടുക്കാം. സ്റ്റോപ്പ് കൊടുത്ത് ബാക്കിലേക്ക് പോകണമെങ്കിൽ ബാക്ക് ബട്ടൺ ഉണ്ട്. പ്ലേ ചെയ്ത് കേൾക്കണമെങ്കിൽ ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങളത് ഓക്കെ ആണെങ്കിൽ ഇവിടെ സെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് സെൻഡ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വോയിസ് റീപ്ലൈ അപ്ലോഡിംഗ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ റീപ്ലൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കേൾക്കണമെങ്കിൽ നമുക്ക് തന്നെ കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ കേൾക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് മാത്രമല്ല ഈ റീപ്ലൈ കേൾക്കാൻ വേണ്ടി സാധിക്കുക. ഈ ഒരു കമൻറ്റിൻ്റെ താഴെ വന്ന് നോക്കുന്ന നമ്മുടെ മറ്റ് സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഈ ഒരു റീപ്ലൈ വോയിസ് ആയിട്ട് തന്നെ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക.